ഹലോ ഗൈസ്, ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതൊരു 3-4 മാസത്തിന് മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വേറെ ഒന്നും തന്നെയല്ല, ഞാൻ ഓൾറെഡി മെഡിസിൻസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്. അതും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഞാൻ ആ മരുന്ന് നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ നെഗ്ലക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നീട് സംഭവിച്ചത് വളരെ ദാരുണമായിട്ടുള്ള കാര്യങ്ങളാണ്. മരുന്ന് കുറച്ചതിൻ്റെ പേരിൽ എനിക്ക് റിലാക്സേഷൻ കിട്ടാതെയായി, മൈൻഡ് ഫ്രീ ആവാതെയായി, അതേപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി, ഈവൻ വെള്ളം പോലും കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആകെ തളർന്ന് ജീവിതത്തിലൊരു പ്രതീക്ഷയില്ല. ഒരു ബൈക്ക് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നില്ല, കൈയൊക്കെ ക്രാമ്പ് വരുന്നു വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട്. അപ്പം അങ്ങനെയൊക്കെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ ചെന്ന് പെട്ട ഒരാളാണ്. അവിടെ നിന്ന് ഞാൻ റിക്കവർ ചെയ്തത് അത് മിറാക്കിൾ ഇമ്മാക്കുലേറ്റ് ആയിട്ടുള്ള റിസൾട്ടുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എൻ്റെ പരീക്ഷണം അതാണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ 100-ൽ 100 മേടിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ പുറത്ത് വന്നേക്കണേ. എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ഒരു കഥയാക്കാൻ പോകുന്നു പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അഫർമേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കത് സാധിച്ചത്. കാരണം ഞാൻ മാതൃകയാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നതായിട്ട് എല്ലാവരും കാണണം. അപ്പോൾ അതൊന്നുകൊണ്ട് മാത്രം, ആ ഒരു തീ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായതിൻ്റെ വേഗത മാത്രമല്ല, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ പഠിക്കാനും അതേപോലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും. ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ വന്നിരുന്ന് നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ടും നോക്കിയിട്ട് സ്വയം ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടെന്നും, അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് എന്നെ നേരിട്ട് അറിയാവുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. എന്നാൽ എൻ്റെ ഡിസോർഡറിൻ്റെ പേരാണ് ബൈപ്പോളാർ ഡിസോർഡർ. മൂഡ് സ്വിങ് ആണ്, മൂഡ് ചേഞ്ച് ആണ്. അപ്പോൾ അതിൽ ഡിപ്രഷനും വരും, അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ വരും. അപ്പോൾ ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ ആ പരിതാപകരമായ സിറ്റുവേഷൻസിൽ നിന്ന് മാറി നമ്മളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ഡോക്ടറുടെയൊക്കെ ഹെൽപ്പ് തേടേണ്ടി വരും. ഞാൻ തേടിയിട്ടുണ്ട്. ആ ഡോക്ടർ നല്ല പക്കയായിട്ട് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ, മനസ്സിലാക്കി തരികയൊക്കെ ചെയ്ത് ഞാൻ അതുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആരാണോ റിസൾട്ട് ആഗ്രഹിക്കുന്നത് അവർ ചിന്തകൾ മാത്രം പോരാ, അവർക്ക് ആക്ഷനും വേണം. ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. ശാസ്ത്രം പറയുന്നത് 60,000-65,000 ചിന്തകൾ എന്നാണ്. അപ്പോൾ നമ്മൾക്ക് അതിൽ വേണ്ടത് പോസിറ്റീവായിട്ടുള്ളതും നമ്മൾക്ക് എനർജി നിലനിർത്തുന്നതും, അതേപോലെ നമ്മുടെ സ്ട്രെസ്സ് മാറ്റാൻ സാധിക്കുന്ന സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നേടാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എന്തെല്ലാം സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അത് ചെയ്യാനൊക്കെ തുടങ്ങി നമ്മുടെ കയ്യിൽ റവന്യൂ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ അങ്ങനെയാണ് എൻ്റെ സ്ട്രെസ് റിലീഫൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാനൊക്കെ അവസരം കിട്ടട്ടെ, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്. ഓക്കെ ഗൈസ്, സീ യു സൂൺ.